നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലേക്കാണ് ആദ്യം. ഒട്ടും സ്മാർട്ട് ആകാതെ ഒരു പദ്ധതി. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പിന്മാറിയ ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം വിവാദത്തിൽ. ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം 2007 കരാറിന് വിരുദ്ധമാണെന്ന് രേഖകൾ പറയുന്നു. കരാർ പ്രകാരം പദ്ധതി പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം ഈടാക്കേണ്ടത് ടീകോം കമ്പനിയിൽ നിന്നാണ്. ഭൂമി തിരിച്ചെടുക്കുന്നതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. 2007 കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി ടീകോമും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചാണ് നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭ ഇന്നലെ തീരുമാനമെടുത്തത്. കരാറിലെ 7.2.2 ക്ലോസ് പ്രകാരം ഉടമ്പടി പ്രകാരമുള്ള കെട്ടിട നിർമ്മാണത്തിലും തൊഴിലവസര സൃഷ്ടിയിലും വീഴ്ച വരുത്തിയാൽ ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാമെന്ന് പറയുന്നുണ്ട്. കരാറിൽ കൃത്യമായ വ്യവസ്ഥയുള്ളപ്പോഴാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറിയ ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. ഭൂമി തിരിച്ചുപിടിക്കുന്നതിലും നഷ്ടപരിഹാരം നൽകുന്നതിലും അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കേരളത്തിൽ 90,000 പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നില്ല. ഇതിൽ ദുരൂഹതയുണ്ട്. സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കമാണ് ഇതിന്റെ പുറകിൽ. ഭൂമി കച്ചവടമാണ്. സർക്കാരും ടീകോമും തമ്മിലുള്ള പൊതുധാരണ പ്രകാരമാണ് ഭൂമി തിരിച്ചുപിടിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി പദ്ധതിയിൽ ഒരു പുരോഗതിയുമില്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ടീകോം കുറെ കാലമായിട്ട് അതിനകത്ത് നമുക്ക് മുന്നോട്ട് പോയിട്ടില്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നമുക്കാണെങ്കിൽ കൊച്ചിയിൽ സ്ഥലത്തിന് വേണ്ടിയുള്ള ആവശ്യം വളരെ കൂടുതലാണ്. ആ ഘട്ടത്തിലാണ് ഈ ഭൂമി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഉപയോഗിക്കാതെ കിടക്കുന്നത്. അത്തരം ഘട്ടത്തിലാണ് അവരുമായി ചർച്ച ചെയ്തിട്ട് നമ്മൾ ആ ലാൻഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ തീരുമാനത്തിലേക്ക് പോകണം എന്ന് കണ്ടിട്ടുള്ളത്. പദ്ധതി അവസാനിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിന് മന്ത്രിസഭയാണ് തീരുമാനം കൈക്കൊണ്ടതെങ്കിലും തീരുമാനങ്ങൾ സുതാര്യതയില്ലെന്നതാണ് സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. കണ്ണൂർ എഡിഎമായിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ നാളെ ഇക്കാര്യം അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ ആശങ്കകൾ പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. കെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമെന്ന് പറയുമ്പോഴും CBI അന്വേഷണ ആവശ്യത്തിൽ CPIM-നും സർക്കാരിനും നിലപാട് വേറെ. കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് സംസ്ഥാന സർക്കാർ നാളെ ഹൈക്കോടതിയെ അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ ആശങ്കകൾ പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യ മനസ്സിൽ തിളച്ചു വരുന്ന അവരുടെ പ്രയാസം എല്ലാവർക്കും മനസ്സിലാകുന്നേ ഉള്ളൂ. അവരുടെ ആശങ്കകൾ ദൂരീകരിക്കണം. അതിന് ഏതാണോ ഏജൻസി നല്ലത് എന്ന് തീരുമാനിക്കേണ്ടതുള്ളൂ. അവരുന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൊലപാതകമെന്ന ആരോപണത്തിലും അന്വേഷണം നടത്തുമെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ADM-ന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നും പ്രതിയായ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന് വ്യഗ്രതയെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചിരുന്നു. CBI അന്വേഷണമില്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നും നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കുന്നു. 24 കൊച്ചി. ആലപ്പുഴ കളർകോട് അപകടത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു. ചികിത്സയിലായിരുന്ന ആൽവിനാണ് മരിച്ചത്. എടത്വ സ്വദേശിയായ ആൽവിൻ ഗുരുതര പരുക്കേറ്റ് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ കളർകോട് അപകടത്തിൽ മരണം 6 ആയി. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബ 3 വിക്ഷേപണം ISRO വിജയകരമായി പൂർത്തിയാക്കി. വൈകിട്ട് 4:04 ഇരട്ട പേടകങ്ങളുമായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV C-59 കുതിച്ചത്. സൂര്യന്റെ കൊറോണയെക്കുറിച്ചുള്ള പ്രാഥമിക പഠനമാണ് ദൗത്യം ലക്ഷ്യമിടുന്നത്. 3, 2, 1, 0. ISROയ്ക്ക് ഇത് ചരിത്ര നിമിഷം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഇരട്ട പേടകങ്ങളുമായി പറന്നത് ഇന്ത്യയുടെ കരുത്തനായ PSLV C-59. ടേക്ക് ഓഫിന് 18 മിനിറ്റിനു ശേഷം ഇരു പേടകങ്ങളും കൃത്യമായി ഭ്രമണപഥത്തിൽ. പ്രോബ സൗരദൗത്യത്തിന്റെ പങ്ക് വിജയകരമായി പൂർത്തീകരിച്ച് ISRO. This is a mission which is looking at the heliophysics, and we have strong science group within the country who have working collaboration with the scientists in ESA who is having interest in this mission. And all of you know that we have a solar mission Aditya L1 which is working along with this satellite, and will give fantastic science outcome in the days to come.
കൊറോണോഗ്രാഫ്, ഒക്യുൾട്ടർ എന്നീ 2 ഉപഗ്രഹങ്ങളാണ് PSLV C-59 പ്രോബ 3 മിഷന്റെ ഭാഗമായി ഭ്രമണപഥത്തിലെത്തിച്ചത്. സൂര്യന്റെ ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണ പാളിയെക്കുറിച്ച് ഉപഗ്രഹങ്ങൾ പഠിക്കും. ബഹിരാകാശത്ത് കൃത്യമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ചാണ് പഠനം. 145 മീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ 2 ഉപഗ്രഹങ്ങളും സഞ്ചരിച്ചാണ് ഇത് സാധ്യമാക്കുക. 550 ഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കേണ്ടതിനാലാണ് ISRO വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിനെ യൂറോപ്യൻ സ്പേസ് ഏജൻസി സമീപിച്ചത്. പേടകത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഇന്നലെ നടക്കേണ്ട വിക്ഷേപണം ഇന്നത്തേക്ക് മാറ്റിയത്. 24 ചെന്നൈ. കോഴിക്കോട് എലത്തൂരിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഡിപ്പോയിലെ ഇന്ധന ചോർച്ചയിൽ ഗുരുതര വീഴ്ചയെന്ന് കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് കളക്ടർ അറിയിച്ചു. ജനവാസ മേഖലയിൽ നിന്ന് പ്ലാന്റ് മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രദേശവാസികൾ. റവന്യൂ വകുപ്പിന്റെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും റിപ്പോർട്ടിലാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തൽ. 1500 ലിറ്റർ പുറത്തേക്ക് ഒഴുകിയ ശേഷമാണ് HPCL അധികൃതർ സംഭവം അറിഞ്ഞത്. ടെക്നിക്കൽ ആൻഡ് ഇലക്ട്രിക് സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. ഫാക്ടറീസ് ആക്ട് പ്രകാരം കമ്പനിക്കെതിരെ കേസെടുത്തു. കാരണം കാണിക്കൽ നോട്ടീസും നൽകി. ഇറ്റ് ഈസ് ആക്സിഡന്റ്. ഇറ്റ് ഈസ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഫെയിലിയർ ഓഫ് ദ ഡിവൈസ്. ഈ ഏത് ഡിവൈസ് ആണ്, കാരണം അത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പോൾ നമുക്ക് നോക്കുന്നുണ്ട് പൊല്യൂഷൻ്റെ ആംഗിൾ നമുക്ക് നോക്കുന്നുണ്ട്. പക്ഷേ പൊല്യൂഷൻ അല്ലാതെ ഇത് സേഫ്റ്റി ഹസാർഡാണ്. ഫാക്ടറീസ് ആക്ടിൽ അവരുടെ കേസ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫാക്ടറീസ് ആക്ടിൽ തന്നെ പക്ഷേ റഫ്ലി 1500 ലിറ്റർ ലോസ് ആയി. അതിൻ്റെ വാല്യൂ അവരുടെ ലോസ് ആണ്. പക്ഷേ ഇതാണ് എക്സ്റ്റെൻറ്റ് ഓഫ് ലീക്കേജ്. പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളിലും ജലാശയങ്ങളിലും കലർന്ന ഇന്ധനം നീക്കാൻ അതിവേഗ നടപടിയുണ്ടാകുമെന്നും കലക്ടർ. അതേസമയം ഇന്നും ചെറിയ രീതിയിൽ ചോർച്ച കാണപ്പെട്ടത് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിനിടയാക്കി. ഇപ്പോൾ ഞങ്ങൾ നേരം വെളുത്ത നാട്ടുകാരൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അവർ ആ പരിപാടി നിർത്തിയതാണ്. ഇപ്പോഴും ഇതിങ്ങനെ ഡീസൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശമില്ല, ക്ലിയർ ഡീസലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു തീപിടുത്തമുണ്ടല്ലോ, ആരെങ്കിലും ഒരു സിഗരറ്റ് കുറ്റിയെങ്കിലും ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം വമ്പൻ തീപിടുത്തമുണ്ടാവും. വളരെ ഗുരുതരമായ സാഹചര്യം ഉണ്ടാവുക. പ്ലാന്റിൽ നിന്ന് ചോർന്ന ഡീസൽ പ്രദേശവാസികൾ കുപ്പിയിൽ ശേഖരിച്ചു. ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ സർവേ നടക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 3:30 HPCL പ്ലാന്റിൽ ഓവർഫ്ലോയെ തുടർന്ന് ഇന്ധന ചോർച്ച ഉണ്ടായത്. 24 കോഴിക്കോട്. സീറ്റ് അട്ടിമറിയിൽ ഉന്നതതല അന്വേഷണം. നഴ്സിംഗ് മെറിറ്റ് സീറ്റ് അട്ടിമറി സംബന്ധിച്ച് 24 വാർത്തയിൽ ഇടപെട്ട ആരോഗ്യവകുപ്പ് ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സർക്കാർ സീറ്റ് അട്ടിമറിച്ചതിൽ വൻ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. 24 ഇംപാക്ട്. സർക്കാർ മെറിറ്റ് അഡ്മിഷൻ നടത്തേണ്ട 37 സീറ്റ് അട്ടിമറിച്ച് മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയതിൽ ഉന്നതതല അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ്. നഴ്സിംഗ് കൌൺസിൽ, ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി, മെഡിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നതിനാലാണ് ഉന്നതതല അന്വേഷണം തീരുമാനിക്കുന്നത്. ഉന്നതതല അന്വേഷണം നടത്തണമെന്നുള്ളത് തീരുമാനിച്ചിരുന്നു. അതിന്റെ ബാക്കി കാര്യങ്ങൾ അത് എന്തൊക്കെ ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് പരിശോധിച്ചതിന് ശേഷം ഉന്നതതല അന്വേഷണമായിരിക്കും. തീർച്ചയായിട്ടും സമഗ്രമായ അന്വേഷണം നടത്തും. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. മെറിറ്റ് അട്ടിമറിച്ച 2 നഴ്സിംഗ് മാനേജ്മെന്റുകൾക്കും CPM-മായി ബന്ധമുണ്ടെന്നും വലിയ അഴിമതിയാണ് നടന്നതെന്നും പ്രതിപക്ഷ നേതാവ്. വലിയ അട്ടിമറിയാണ് നഴ്സിംഗ് സീറ്റുകളിലുണ്ടായി. ഇത് കള്ളക്കച്ചവടമാണ്. ഈ 2 മാനേജ്മെന്റായിട്ട് CPM-ന് ബന്ധമുണ്ട്. മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയ മെറിറ്റ് സീറ്റ് തിരികെ പിടിക്കാനുള്ള നിയമസാധ്യതയും ആരോഗ്യവകുപ്പ് തേടും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. മെറിറ്റ് മറികടന്ന് അഡ്മിഷൻ നടത്തിയ വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജിന് നഴ്സിംഗ് കോഴ്സ് അനുവദിക്കാൻ നടത്തിയത് വഴിവിട്ട നീക്കങ്ങൾ. നഴ്സിംഗ് കൌൺസിൽ പരിശോധനാ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ കണക്കുകൾ വ്യാജമെന്ന് 24 അന്വേഷണത്തിൽ കണ്ടെത്തി. 24 ഇൻവെസ്റ്റിഗേഷൻ. ആരോഗ്യവകുപ്പിന്റെ രേഖകളിൽ പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ ശ്രീ അയ്യപ്പ എന്ന പേരിൽ ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നില്ല. എന്നാൽ നേരിട്ട് വടശ്ശേരിക്കരയിലെത്തിയപ്പോൾ കണ്ടത് ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജ് എന്ന പേരിലുള്ള സ്ഥാപനം. അതായത് മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് സ്വന്തം നിലയിൽ ശ്രീ അയ്യപ്പ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നു.
ശ്രീ അയ്യപ്പ എന്ന സ്ഥാപനത്തിന് നഴ്സിംഗ് കോളേജ് അനുവദിച്ച് കിട്ടുന്നത് ഈ വർഷമാണ്. ഇവിടെ BSc നഴ്സിംഗ് സീറ്റ് അനുവദിക്കാൻ നടത്തിയ പരിശോധന ഈ വർഷം സെപ്റ്റംബർ 9-ന്. അന്ന് കണ്ടെത്തിയത് സ്ഥാപനത്തിൽ 300 കിടക്കകളിൽ 141 രോഗികൾ ഉണ്ടെന്നാണ്. ഒപ്പം സെപ്റ്റംബറിൽ ഒരു പ്രസവം നടന്നുവെന്നും കണക്കിൽ പറയുന്നു. ആകെ കിടക്കകളുടെ 75% രോഗികൾ വേണമെന്ന നിബന്ധനയും മാസം 100 പ്രസവം നടക്കണമെന്ന നിബന്ധനയും പാലിക്കാതെയാണ് നഴ്സിംഗ് കോളേജ് അനുവദിച്ചത്. തൊട്ടടുത്ത മാസം ഒക്ടോബർ 16-ന് ജനറൽ നഴ്സിംഗ് അനുവദിക്കാൻ വീണ്ടും നഴ്സിംഗ് കൗൺസിൽ പരിശോധന നടത്തി. അന്ന് രോഗികളുടെ എണ്ണം 255 ഉയർന്നു. ഒക്ടോബർ മാസത്തെ പ്രസവം 5 നോർമൽ പ്രസവം ഉൾപ്പെടെ 20 എണ്ണമായും ഉയർന്നു. ഒരു മാസത്തിനിടയിൽ പ്രസവ കണക്കിൽ അസ്വാഭാവികമായ വർധന. ഇത് പരിശോധിക്കാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഡേറ്റ പരിശോധിച്ചു. കണക്കെങ്ങനെ? 20 പ്രസവം നടന്നുവെന്ന് നഴ്സിംഗ് കൗൺസിൽ കണ്ടെത്തിയ ഒക്ടോബറിൽ പ്രസവങ്ങൾ ഒന്നും തന്നെ ശ്രീ അയ്യപ്പയിൽ നടന്നിട്ടില്ല. 7 മാസത്തിനിടെ നടന്നത് 4 പ്രസവങ്ങൾ മാത്രം. ആശുപത്രിയിൽ നേരിട്ട് പരിശോധന നടത്തിയ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർ തന്നെ വകുപ്പിനെ കബളിപ്പിച്ച് സ്വകാര്യ മാനേജ്മെന്റിനായി വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കി എന്ന് ചുരുക്കം. ഇവയെല്ലാം നടക്കുന്നത് അങ്ങ് തമിഴ്നാടോ ആന്ധ്രയിലോ ഒന്നുമല്ല. പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന മികച്ച ആരോഗ്യ സംവിധാനങ്ങളുണ്ട് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാണ്. ഒപ്പം ആരോഗ്യമന്ത്രിയുടെ ജില്ലയിലാണ്. നടപടിയെടുക്കേണ്ടത് ആരോഗ്യമന്ത്രിയാണ്. ക്യാമറമാൻ ഷൈജു ചൗസരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. മെറിറ്റ് മറികടന്ന് സ്വകാര്യ നഴ്സിംഗ് കോളേജ് അഡ്മിഷൻ നടത്തിയ വിഷയത്തിൽ അന്വേഷണം വേണ്ടെന്ന് നഴ്സിംഗ് കൗൺസിൽ. അന്വേഷണം വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മറ്റന്വേഷണം വേണ്ട എന്നാണ് തീരുമാനം. ആവശ്യമെങ്കിൽ പിന്നീട് ശ്രീ അയ്യപ്പ ആശുപത്രിയിൽ പരിശോധിക്കാമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ യോഗത്തിൽ അറിയിച്ചു. കാസർഗോഡ് പൂച്ചക്കാട് പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ ദുരൂഹ മരണത്തിൽ നിർണായക വഴിത്തിരിവ്. 596 പവൻ സ്വർണം തട്ടിയെടുക്കാൻ അബ്ദുൾ ഗഫൂറിനെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ മന്ത്രവാദിയായ യുവതി ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായി. 2023 ഏപ്രിൽ 14-നാണ് അബ്ദുൾ ഗഫൂർ ഹാജിയെ പൂച്ചക്കാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജിന്നുമ്മ എന്നറിയപ്പെടുന്ന മന്ത്രവാദിനി മാങ്ങാട് സ്വദേശി KH ഷമീന, ആൺസുഹൃത്ത് ഉളിയത്തടുക്ക സ്വദേശി ഉബൈസ്, പൂച്ചക്കാട് സ്വദേശി അസ്നിഫ, കൊല്ലിയ സ്വദേശി ആയിഷ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. സ്വർണം ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൾ ഗഫൂർ ഹാജിയിൽ നിന്നും 596 പവൻ സ്വർണം പ്രതികൾ കൈക്കലാക്കി. ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതി പൂച്ചക്കാട്ടെ വീട്ടിലെത്തി തല ചുമരിലിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മകന്റെ പരാതിയിൽ ബേക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ടു പോയില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരസമിതി രൂപീകരിച്ച് സമ്മർദ്ദം ശക്തമാക്കിയതോടെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP KJ ജോൺസന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. കുടുംബത്തിലല്ലാതെ പുറത്തു ഒരു സ്വർണം പോലും വാങ്ങിയിട്ടില്ല. എല്ലാം ബ്ലഡ് റിലേഷൻസിൽ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതൊരു സത്യമാണ്. കാരണം ബ്ലഡ് റിലേഷൻസിന് പുറത്താണെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഇതെല്ലാം ബ്ലഡ് റിലേഷന് മാത്രമേ ഈ സ്വർണം വാങ്ങിയിട്ടുള്ളൂ. തട്ടിയെടുത്ത സ്വർണം കാസർഗോഡുള്ള വിവിധ ജ്വല്ലറികളിൽ വിറ്റതായാണ് സൂചന. സമാന രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേസിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. അബ്ദുൾ ഗഫൂർ ഹാജിയുടെ പൂച്ചക്കാട്ടുള്ള വീട്, പ്രതികൾ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ നഗരത്തിലെ ജ്വല്ലറി എന്നിവിടങ്ങളിലായിരുന്നു തെളിവെടുപ്പ്. പ്രതികളെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. കാസർഗോഡ്. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നവിസിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റു. മുംബൈ ആസാദ് മൈതാനത്തെ ചടങ്ങിൽ ഉപമുഖ്യമന്ത്രിമാരായി ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും സത്യപ്രതിജ്ഞ ചെയ്തു. देवेंद्र सरिता गंगाधरराव फडणवीस ईश्वर साक्ष शपथ घेतो की महाराष्ट्र राज्याचा मुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल अशी कोणतीही बाब असा मुख्यमंत्री म्हणून माझी कामे यथायोग्य पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्षपणे व अप्रत्यक्षपणे कळवणार नाही किंवा त्यांच्याकडे उघड करणार नाही.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തി. ബോളിവുഡ് താരങ്ങളും വ്യവസായ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ഇത് 3ാം തവണയാണ് ദേവേന്ദ്ര ഫട്നവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുന്നത്. വകുപ്പുകൾ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ്. നേതാക്കൾ മറ്റു പാർട്ടിക്കാരെ കാണുന്നതിൽ കുഴപ്പമില്ലെന്ന് CPIM നേതാവ് G. സുധാകരൻ. വരുന്നവരാരും തന്നെ സ്വാധീനിക്കുന്നില്ല. KC വേണുഗോപാലുമായി 30 വർഷത്തെ പരിചയമുണ്ട്. B. ഗോപാലകൃഷ്ണൻ ഒരു പുസ്തകം തരാൻ വന്നതാണ്, അല്ലെങ്കിൽ ഒരു BJP-കാരനെ തന്റെ പടിക്കൽ കയറ്റുമോ എന്നും G. സുധാകരൻ ചോദിച്ചു. ഇങ്ങനെ പലരും വരുന്നു. ഗോപാലകൃഷ്ണൻ വന്നു പോയി. അദ്ദേഹം ഒരു പുസ്തകം തരാമെന്നതാണ്. അതായത് ആത്മാവെന്തോ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച ആ കാലത്ത് അവിടെ രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ എല്ലാ ജില്ലകളിലെയും അവർക്കൊരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ട അവർ പ്രമുഖരെന്ന് പറയുകയാണ്. ആ പ്രമുഖരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തി എനിക്ക് ആ പുസ്തകം തരാമെന്നതാണ്. ആ പുസ്തകം വായിച്ചു, ഞാൻ വായിക്കുകയും ചെയ്തു. ഞാനത് എൻ്റെ ലൈബ്രറി വെച്ചിട്ടുണ്ട്. അയാളത് കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഇപ്പം ഇത് വന്നപ്പോൾ അദ്ദേഹം അതിലേക്ക് കയറി എടുത്ത് ചാടിയത് അവർക്ക് ഇനി ഞാൻ ഏതെങ്കിലും BJP-ക്കാരനെ എൻ്റെ പഠിക്കാത്ത കയറ്റു ഞാൻ കേട്ടത്തില്ല. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. മണ്ഡലകാലം ആരംഭിച്ച് 20 ദിവസം പിന്നിടുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കടക്കുന്നത് ഇതാദ്യമായാണ്. തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് വരുമാനവും വർദ്ധിക്കുന്നതായി ദേവസ്വം ബോർഡ് അറിയിച്ചു. തീർത്ഥാടകരുടെ ഒഴുക്കിലും തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു എന്ന ആത്മവിശ്വാസത്തിലാണ് പോലീസും ദേവസ്വം ബോർഡും. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇനി ഒരു സ്പോർട്സ് വാർത്തയിലേക്ക്. ICC ചാമ്പ്യൻസ് ട്രോഫി വേദിക്കാര്യത്തിൽ ഇന്നും തീരുമാനമില്ല. പുതിയ ചെയർമാൻ ജയ്ഷാ ICC ആസ്ഥാനത്തെത്തി ബോർഡ് അംഗങ്ങളുമായി അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തി മടങ്ങി. പാകിസ്ഥാൻ പ്രതിനിധി മൊഹ്സിൻ നഖ്വി യോഗത്തിൽ പങ്കെടുത്തില്ല. വേദി സംബന്ധിച്ച നിർണായക യോഗം മറ്റന്നാൾ നടക്കുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങളാൽ പാകിസ്ഥാനിൽ പോയി കളിക്കാനില്ലെന്ന് ഇന്ത്യ നിലപാടെടുത്തിരുന്നു. ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ നടത്തണമെന്നാണ് BCCI ആവശ്യം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ അവസാനിക്കുന്നു.